നമസ്കാരം. UAPA നിയമപ്രകാരം ദീർഘകാലം ജയിലിലടയ്ക്കപ്പെട്ട ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന സിദ്ദിഖ് കാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിനൊപ്പം നടത്തി വന്നിരുന്ന പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള കേസുകൾ ഇപ്പോൾ കോടതികളിൽ നടക്കുകയാണ്. ഈ സിദ്ദിഖ് കാപ്പനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിദ്ദിഖ് കാപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടും സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ ഡൽഹി ഓഫീസ് സെക്രട്ടറി ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും ഇയാളെ അനുകൂലിക്കാനും ഇയാൾക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ തന്നെ കേരളത്തിൽ ധാരാളം പേരുണ്ടായി. കോൺഗ്രസുകാർ ധാരാളം ഉണ്ടായി, അതുപോലെ തന്നെ CPM-കാർ ഉണ്ടായി, ജിഹാദികൾ അല്ലെങ്കിൽ ഇവിടെ മത വിദ്വേഷികൾ അല്ലെങ്കിൽ മത ഭീകരവാദികൾ എണ്ണം ഇല്ലാത്ത രീതിയിൽ ഉണ്ടായി എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ അടുത്ത കാലത്തും ഈ സിദ്ദിഖ് കാപ്പനുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ PFI നേതാവായ സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ കണ്ണമംഗലം പഞ്ചായത്തിൽ ഇടത് SDPI പിന്തുണയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ അവർ കേസിലെ പ്രതിയൊന്നുമല്ല, അവർക്ക് മത്സരിക്കാം. പക്ഷേ ഈ ഇടത് SDPI യോജിപ്പിലാണ് ഇവർ മത്സരിക്കുന്നത് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. SDPI-കാരായി നിരവധി ഹിന്ദു ക്രിസ്ത്യൻ യുവതികളും യുവാക്കളും ഒക്കെ തന്നെ മത്സരിക്കുന്നതും വിവിധ പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നതും SDPI-യുടെ അവരുടെ ചിഹ്നത്തിൽ, കന്നഡ എന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്നതും, അതുപോലെ ഇടത് സ്ഥാനാർത്ഥികളിൽ പലരും, ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അല്ലാത്തവർക്കൊക്കെ തന്നെ അവർക്കൊക്കെ വ്യാപകമായി SDPI പല മേഖലകളിലും പിന്തുണ കൊടുക്കുന്നു. ശരിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം തന്നെയാണ് SDPI. ഞാൻ പലവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ ഉള്ള ഒരുതരം വർഗീയ പ്രീണന രാഷ്ട്രീയ നയമാണ് ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുന്നത് എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, സിദ്ദിഖ് കാപ്പന്റെ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനോ ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അവരാരും കേസിലെ പ്രതികളല്ല. സിദ്ദിഖ് കാപ്പൻ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയായതുകൊണ്ട് വിചാരണ നേരിടുന്നതുകൊണ്ട് അയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ ഇടത് ജിഹാദി സഖ്യം ഇവിടെ ഉണ്ട് എന്നതിന് ഒരു അടുത്ത തെളിവ് കൂടിയാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. തീർച്ചയായിട്ടും സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് തന്നെയാണല്ലോ അവരെ കണ്ണമംഗലം എന്നുള്ള ആ ഒരു പ്രദേശത്ത് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അവരുടെ ഒരു ഐഡന്റിറ്റി അത് തന്നെയാണല്ലോ, അവരുടെ സ്വത്വം അതാണ്. അപ്പം ഇവിടെ വർഗീയ ശക്തികൾക്കൊപ്പം ചേർന്ന് ഇടതുപക്ഷം നിലകൊള്ളുന്നു രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പല പഞ്ചായത്തുകളിലും രഹസ്യമായും പരസ്യമായും ധാരണയുണ്ട് ഇടതുപക്ഷവും SDPI-യും തമ്മിൽ. അതുപോലെ INL-ഉം ഇടതുപക്ഷവും തമ്മിൽ, അത് നേരത്തെ ഉള്ളതാണ്. അതുപോലെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ. അതായത് ഇവർക്കൊക്കെ ഈ പ്രീണനമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എന്നുള്ള ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മത തീവ്ര ശക്തികളുമായി കൂട്ടുചേർന്ന് മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റൂ എന്നുള്ള നിലപാടിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ഒരു രാഷ്ട്രീയമായ ഒരു അപകടം തീർച്ചയായിട്ടും ഇത് കാണേണ്ടതുണ്ട്. അതായത് ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും അതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ SDPI-ക്കും അതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിക്കും ഒക്കെ തന്നെ ഉണ്ടാകും. അപ്പം അവർ ആ ഒരു ബ്ലാക്ക്മെയിലിംഗ് തന്ത്രം പ്രയോഗിച്ച്, ചൂഷണ തന്ത്രം അല്ലെങ്കിൽ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രം പ്രയോഗിച്ച് ഇവരെ വരുതിയിലാക്കും. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ആര് ജയിച്ചാലും വരുതിയിലാക്കും. അത് ഒരിക്കലും നമുക്ക് ഒരു മാനസികമായ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒരു നല്ല അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരില്ല. അതിനെ മതപരം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം മതപരമായ ഒരു ഭീകരാവസ്ഥ ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ അധികമുണ്ട്. മുസ്ലിം മതവിഭാഗത്തിന് മാത്രം പ്രത്യേകമായ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് സംവരണവും മറ്റു കാര്യങ്ങളുമുണ്ട്. പക്ഷേ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അത് ഒരു അപകടാവസ്ഥ, മതേതര അവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള അപകടമുണ്ടാക്കും, തിരിച്ചടികൾ ഉണ്ടാക്കും. അതിൽ യാതൊരു തർക്കവുമില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ മത്സരിക്കുകയോ അവർ ജയിക്കുകയോ അവർ തോക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇതൊരു സന്ദേശമാണ്. ഇത് നൽകുന്നത് ഒരു സ്പാർക്കാണിത്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. SDPI ഇടത് ജിഹാദി കൂട്ടുകെട്ട് എന്നുള്ളത് ഇവിടെ ഉണ്ട് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന, വ്യക്തമായി തന്നെ കാര്യങ്ങൾ പരസ്യമായി പറയുന്ന ആ ഒരു രംഗമാണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും രാഷ്ട്രീയ ധാർമ്മികതയ്ക്കോ നൈതികതയ്ക്കോ ചേരുന്ന ഒന്നായി കരുതാനാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും.